Hello all. Welcome to News in 360 Degree by Civils 360 IAS Academy. ഇന്ത്യയുടെ urban ഇൻഫ്രാസ്ട്രക്ചറിൽ urban ഫൈനാൻസിംഗിൽ വരുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ് നീഡ്സ്, അറ്റ് പ്രസന്റ് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, എന്തൊക്കെയാവാം ഒരു വേ ഹെഡ് എന്നുള്ള രീതിക്കുള്ള സജഷൻസ്, ഇതൊക്കെ പറയുന്ന ഒരു എഡിറ്റോറിയൽ ആർട്ടിക്കിൾ ആണ്. urban ലോക്കൽ ബോഡീസ് നമ്മൾ പോളിറ്റിയിൽ പഠിക്കും. ഫേസ് ചെയ്യുന്ന 3 പ്രധാന ഇഷ്യൂസ് എന്ന് പറയുന്നത് ഫണ്ട്സ്, ഫങ്ഷൻസ്, ഫങ്ഷണറീസ്. urban ലോക്കൽ ബോഡീസ് നമ്മുടെ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഒക്കെ ഫണ്ട്സിന്റെ കാര്യം പറയുമ്പോൾ ഡിപ്പെൻഡന്റ് ആണ് ഈ പറയുന്ന സ്റ്റേറ്റിൽ നിന്നും സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും സ്കീം ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ട്സിൽ ഡിപ്പെൻഡന്റ് ആണ്. ലോക്കൽ ആയിട്ടുള്ള അവർക്ക് സ്വന്തമായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന റവന്യൂ എന്ന് പറയുന്നത് അതിന് കുറെ പരിമിതികളുണ്ട്. പിന്നെ ഫംഗ്ഷൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ പലപ്പോഴും സ്റ്റേറ്റുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഈ ചില റോഡുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കോർപ്പറേഷൻ ആണ്, ചിലത് സ്റ്റേറ്റിന്റെ PWD ആണ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ പലപ്പോഴും ക്ലാഷ് ഒക്കെ ഉണ്ടാവാറുണ്ട്. സോ ഫംഗ്ഷൻസിന്റെ ഇഷ്യൂസ് വരുന്നുണ്ട്. ഫങ്ഷണറീസ്, സ്വന്തമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കേഡർ പലപ്പോഴും ഈ ലോക്കൽ ബോഡീസിന് ഉണ്ടാവാറില്ല. അപ്പൊ ഈ ആർട്ടിക്കിൾ സ്പെസിഫിക്കലി ഫണ്ട്സിൽ urban ഫൈനാൻസിംഗിൽ എന്തൊക്കെയാണ് ഇഷ്യൂസ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. സോ ഒരു വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യക്ക് 2036 ഏകദേശം 70 ലക്ഷം കോടി 70 lakh crore റുപ്പീസ് വേണം എന്നാണ് വേൾഡ് ബാങ്ക് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ടു മീറ്റ് ഇറ്റ്സ് urban ഇൻഫ്രാസ്ട്രക്ചർ നീഡ്സ്. ആൻഡ് 2002 തൊട്ട് urban ഫൈനാൻസ്, ലോക്കൽ ബോഡീസിന്റെ ഫൈനാൻസ്, മുനിസിപ്പൽ ഫൈനാൻസ് എന്ന് പറയുന്നത് 1% GDP-യുടെ അറൌണ്ട് തന്നെയാണ് നിൽക്കുന്നത് 2002 തൊട്ട്. പിന്നെ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന ഇഷ്യൂസ് എന്ന് പറയുന്നത് കളക്ഷൻ ഇൻഎഫിഷ്യൻസീസ് ആണ്. ഫൈനാൻസിങ് കളക്ട് ചെയ്യുന്നതിലുള്ള ഇൻഎഫിഷ്യൻസീസ്, ഫോർ എക്സാമ്പിൾ ടാക്സ് കളക്ട് ചെയ്യുന്നതിൽ എക്സാമ്പിൾ ഇതിൽ ആർട്ടിക്കിളിൽ പറഞ്ഞേക്കുന്നത് ബാംഗ്ലൂർ, ജയ്പൂർ പോലത്തെ ലോക്കൽ ബോഡീസ് അവരുടെ പൊട്ടൻഷ്യലിന്റെ 5 to 20% മാത്രമേ ടാക്സ് റവന്യൂ കളക്ട് ചെയ്തിട്ടുള്ളൂ ഇൻ ദി ഇയർ 2017-18. പിന്നെ ലോ അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി ഓഫ് ഇന്ത്യൻ സിറ്റീസ്, അതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കുന്നത് 15th ഫിനാൻസ് കമ്മീഷന്റെ റിപ്പോർട്ടിലാണ് ഓൾമോസ്റ്റ് 23% ഓഫ് മുനിസിപ്പൽ റവന്യൂ റിമെയിൻസ് അൺസ്പെൻഡ്. അതായത് എത്രയൊക്കെ റവന്യൂ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ടോ അത്രയും തന്നെ എഫിഷ്യന്റ്ലി യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നില്ല ഇന്ത്യൻ സിറ്റീസിൽ. ഇപ്പൊ ഉദാഹരണത്തിന് ഹൈദരാബാദിലും ചെന്നൈയിലും ഒക്കെ 50% മാത്രമേ അവരുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ബഡ്ജറ്റിൽ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ 50% മാത്രമേ ഹൈദരാബാദും ചെന്നൈയും പോലത്തുള്ള വലിയ സിറ്റീസ് സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഈ ലോ സ്പെൻഡിംഗ് എന്ന് പറയുന്നത് urban ഇൻഫ്രാസ്ട്രക്ചറിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൂടാണ്ട് സെൻട്രൽ സ്കീം വഴി ലഭിക്കുന്ന ഫണ്ടുകൾ, സ്കീം വഴി സെൻട്രൽ കൊടുക്കുന്ന ഫണ്ടുകൾ ഇൻഎഫക്റ്റീവ് ആയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് അടൽ മിഷൻ ഫോർ റീജുവനേഷൻ ആൻഡ് urban ട്രാൻസ്ഫോർമേഷൻ, അമൃത് സ്കീം. അമൃത് സ്കീമിന്റെ കീഴിൽ സെൻട്രൽ കൊടുത്തിട്ടുള്ള ഫണ്ട്സ് അതിന്റെ 80% മാത്രമേ യൂട്ടിലൈസ് ആയിട്ടുള്ളൂ. അതേപോലെ സ്മാർട്ട് സിറ്റീസ് മിഷന്റെ കീഴിൽ കിട്ടിയിട്ടുള്ള ഫണ്ട്സിന്റെ 70% മാത്രമേ ടോട്ടലി യൂട്ടിലൈസ് ആയിട്ടുള്ളൂ ഇതുവരെ. പിന്നെ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഫ്രം പ്രൈവറ്റ് സെക്ടർ ഡിക്ലൈൻ ആണ് കണ്ടുവരുന്നത്. ഇതിനായിട്ട് സജഷൻസ് പറയുന്നത് ലോങ് ടേം ആൻഡ് മീഡിയം ടേം സജഷൻസ് ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. ലോങ് ടേം സജഷനിൽ സ്ട്രക്ചറൽ റിഫോംസ് കൊണ്ടുവരണം ഇൻ ദ ലോങ് ടേം എന്നാണ് പറയുന്നത്. ഫോർ ദാറ്റ് യു ഹാവ് ടു സ്ട്രെങ്തൻ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻസ്. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി തന്നെയാണ്. പക്ഷെ എന്താണ് നമ്മുടെ 73rd and 74th അമെന്റ്മെന്റ് വഴി വന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. ഈ പറയുന്ന ലോക്കൽ ബോഡീസിന് വേണ്ടിയിട്ടുള്ള ഫൈനാൻസ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻസ് ആണ്. പിന്നെ കൂടുതൽ ഫൈനാൻഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓട്ടോണമി കൊടുക്കണം ഈ പറയുന്ന മുനിസിപ്പൽ ഗവൺമെന്റ്സിന്. നേരത്തെ പറഞ്ഞ ഫണ്ട്സ്, ഫങ്ഷൻസ്, ഫങ്ഷണറീസ് ഈ പറയുന്ന ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്തുകൊണ്ട് ഗ്രേറ്റർ ഫൈനാൻഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓട്ടോണമി കൊടുക്കണം. അപ്പൊ ഇത് കുറച്ചുകൂടി എന്താണ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് പലപ്പോഴും ഒരു കോൺഫിഡൻസിന്റെ പുറത്താണല്ലോ ഇൻവെസ്റ്റ്മെന്റിന് ബൂസ്റ്റ് കിട്ടുക. ഇഫ് യു ട്രസ്റ്റ് ദാറ്റ് ദ ഗവൺമെന്റ് ഇസ് സ്റ്റേബിൾ ആൻഡ് നമ്മുടെ സ്പെൻഡിംഗിൽ നമുക്ക് റിട്ടേൺസ് കിട്ടും എന്ന് ഉള്ളപ്പോഴാണ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ബൂസ്റ്റ് ആവുക. സോ ഈ പ്രൈവറ്റ് ക്യാപിറ്റൽ അട്രാക്ട് ചെയ്യാനായിട്ട് ഈ പറയുന്ന മുനിസിപ്പൽ ഗവൺമെന്റ്സിനെ കുറച്ചുകൂടി എംപവർ ചെയ്യുന്ന രീതിക്ക് മെക്കാനിസംസ് കൊണ്ടുവരണം. ലൈക് ഡെറ്റ് ബോറോയിങ് ആൻഡ് മുനിസിപ്പൽ ബോണ്ട്സ് ഒക്കെ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് എംപവർ ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ മീഡിയം ടേം സൊല്യൂഷൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരു റോബസ്റ്റ് പൈപ്പ് ലൈൻ ഓഫ് പ്രോജക്ട്സ്, ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്ട്സ്, ഒരു റോബസ്റ്റ് പ്രോജക്ട്സിന്റെ പ്ലാൻ ഒക്കെ നേരത്തെ തന്നെ തയ്യാറാക്കി ഇറക്കണം. പിന്നെ
ഡീകപ്ലിംഗ് പ്രോജക്ട് പ്രിപ്പറേഷൻ ഫ്രം ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ്. പലപ്പോഴും ഈ പ്രോജക്ട്സ് അൺപ്ലാൻഡ് ആയിട്ട് ഹറീഡ് ആയിട്ട് പ്ലാൻ ചെയ്തിറക്കുന്നത് കൊണ്ടാണ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പിറകിലേക്ക് പോകുന്നത്. അപ്പോൾ for the last 2 decades have shown that investments in urban infrastructure have not advanced to the extent required, often due to hurried project preparation. അപ്പൊ പ്രോജക്ട്സ് പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്ത് അതിന്റെ ഫൈനാൻസിങ് മെക്കാനിസംസ് സെപ്പറേറ്റ് ആയിട്ട് നോക്കണം എന്നുള്ളതാണ് ഒരു സജഷൻ. പിന്നെ ലെവറേജ് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ഇംപ്രൂവ്ഡ് ഓപ്പറേഷൻസ് ഓഫ് പബ്ലിക് സർവീസസ്. ഉദാഹരണത്തിന് ഇപ്പോൾ urban ട്രാൻസ്പോർട്ട് ഒരു പബ്ലിക് സർവീസ് ആണ്. അപ്പൊ ഈ urban ട്രാൻസ്പോർട്ടിനെയൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഈ ഗവേണൻസ് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു സജഷൻ. പിന്നെ ക്യാപ്ചർ ലാൻഡ് വാല്യൂ ഇൻ ട്രാൻസ്പോർട്ട് പ്രോജക്ട്സ്. ഇപ്പൊ എക്സാമ്പിൾ മെട്രോയ്ക്കും റെയിലിനും ഒക്കെ സ്ഥലം എടുക്കുമ്പോൾ ആ മെട്രോയും റെയിലും ഒക്കെ കടന്നു പോകുന്ന സ്ഥലങ്ങൾ, മെട്രോ ആൻഡ് റോഡ് പ്രോജക്ട്സ്, മേ ബി മെട്രോ ആൻഡ് റെയിൽ പ്രോജക്ട്സ് മാത്രമല്ല, ഇപ്പം റോഡ് വൈഡനിങ് അല്ലെങ്കിൽ ഹൈവേസിനൊക്കെ കടന്നു പോകുന്ന സ്ഥലങ്ങളുടെ ലാൻഡ് വാല്യൂ കൂടെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് കോൺകോമിറ്റന്റ് ആയിട്ടുള്ള ഒരുമിച്ചുള്ള ഡെവലപ്മെന്റ് പ്ലാൻ ചെയ്യുക. അതായത് റെയിൽ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ എന്താണ് ഒരു urban ഡെവലപ്മെന്റ് ട്രാൻസ്ഫോം ചെയ്യിപ്പിക്കും വിധം ഒരുമിച്ച് രണ്ടിന്റെ ഡെവലപ്മെന്റ് കൊണ്ടുപോകാൻ പോവുക. അപ്പൊ ഓവറോൾ എഫിഷ്യൻസിയും സിറ്റീസിന്റെ ഡിസൈൻസും ബെറ്റർ മെച്ചപ്പെടുത്താൻ പറ്റും എന്നാണ് ഒരു സജഷൻ പറയുന്നത്. ഈ സ്കീമിൽ പറഞ്ഞിട്ടുള്ള ഈ ആർട്ടിക്കിളിൽ പറഞ്ഞതുകൊണ്ട് അമൃത് അടൽ മിഷൻ ഫോർ റീജുവനേഷൻ ആൻഡ് urban ട്രാൻസ്ഫോർമേഷൻ 2015 ലോഞ്ച് ചെയ്തിട്ടുള്ള സ്കീമാണ്. സ്കീമിന്റെ എയിം എന്ന് പറയുന്നത് ബേസിക് അമ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ബേസിക് സിവിക് അമ്യൂണിറ്റീസ് urban ഏരിയാസിൽ ഉറപ്പാക്കുക. ബേസിക് സിവിക് അമ്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ പോർട്ടബിൾ ഡ്രിങ്കിങ് വാട്ടർ, ടാപ്പ് കണക്ഷൻ എല്ലാ വീടുകളിലേക്കും എത്തിക്കുക, എന്താണ് കുറച്ചുകൂടെ ഗ്രീൻ ആയിട്ടുള്ള പാർക്സ് സ്പേസസ് ഒക്കെ ഉണ്ടാക്കുക, urban ട്രാൻസ്പോർട്ട് ബെറ്റർ ആക്കുക, urban സ്യൂവേജ് കണക്ഷൻ ഒക്കെ ബെറ്റർ ആക്കുക, സ്യൂവറേജ് ബെറ്റർ ആക്കുക. ഇതൊക്കെയാണ് അമൃത് സ്കീമിന്റെ ബ്രോഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫേസിൽ ഓൾമോസ്റ്റ് 500 സിറ്റീസിനെ കവർ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് നോട്ടിഫൈഡ് മുനിസിപ്പാലിറ്റീസും പോപ്പുലേഷൻ 1 ലക്ഷത്തിൽ കൂടുതലുള്ള 500 സിറ്റീസിനെ ആയിരുന്നു ആദ്യത്തെ ഫേസിൽ കവർ ചെയ്തിരുന്നത്. സോ ഇതുവരെയുള്ള അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 1.1 crore ഹൗസ് ഹോൾഡ്സിന് വാട്ടർ ആൻഡ് ടാപ്പ് കണക്ഷൻസ് എൻഷുർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അമൃതിന്റെ ട്രസ്റ്റ് ഏരിയാസ്, ഫോക്കസ് ഏരിയാസ് എന്ന് പറയുന്നത് വാട്ടർ സപ്ലൈ, നേരത്തെ പറഞ്ഞതുപോലെ വാട്ടർ സപ്ലൈ, ഡ്രിങ്കിങ് വാട്ടർ, ടാപ്പ് കണക്ഷൻ എല്ലാ ഹൗസ് ഹോൾഡിലും എത്തിക്കുക. പിന്നെ സ്യൂവറേജ് ആൻഡ് സെപ്റ്റേജ് മാനേജ്മെന്റ്, പ്രോപ്പർ ഡ്രെയിനേജ് നെറ്റ്വർക്ക് ആൻഡ് കണക്ഷൻസ് എൻഷുർ ചെയ്യുക. സ്റ്റോം വാട്ടർ ഡ്രെയിനേജ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് urbanization-ലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കീവേഡ് ആണ്. സ്റ്റോം വാട്ടർ ഡ്രെയിനേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റോഡ്സ് ഒക്കെ പേവ് ചെയ്യുമ്പോൾ നമ്മൾ ടാർ ചെയ്യാറുണ്ട്. സോ ഹാർഡ് സർഫസ് ആണ്, വെള്ളം താഴോട്ടേക്ക് പോപ്പുലേറ്റ് ചെയ്ത് സീപ്പ് ചെയ്ത് പോകത്തില്ല അണ്ടർഗ്രൗണ്ടിലേക്ക്. ഈ വെള്ളത്തിന് പോകാൻ നമ്മൾ പ്രോപ്പർ ആയിട്ടൊരു ഔട്ട്ലെറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ഈ വെള്ളം താഴോട്ടേക്ക് ഇറങ്ങത്തുമില്ല. ടാറിട്ട റോഡിൽ കൂടെയും കോൺക്രീറ്റ് ഇട്ട പേവ്മെന്റിൽ കൂടെ ഒന്നും താഴോട്ട് ഇറങ്ങത്തുമില്ല. ഇവിടെ കെട്ടിക്കിടന്ന് urban ഫ്ലഡ്സ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. വെള്ളമൊക്കെ കെട്ടിക്കിടന്ന് urban ഫ്ലഡ്സ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കാനായിട്ട് നമ്മൾ സ്റ്റോം വാട്ടർ ഡ്രെയിനേജ്, ഈ പറയുന്ന വെള്ളം സീപ്പ് ചെയ്ത് പോകാൻ ഈ റോഡിന്റെ സൈഡിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ റോഡിന്റെ സൈഡിൽ തന്നെ റെക്ടാങ്കുലർ ഷേപ്പിൽ ഇങ്ങനെ കുഴികളുണ്ട് വിത്ത് ഗ്രിൽസ്. അപ്പൊ ഈ പറയുന്ന ഗ്രിൽസ് എന്ന് പറയുന്നത് സ്റ്റോം വാട്ടർ ഡ്രെയിനേജിലേക്ക് കണക്ട് ചെയ്യുന്ന ഗ്രിൽസ് ആണ്. അപ്പൊ സ്റ്റോം വാട്ടർ ഡ്രെയിനേജ് ഉണ്ടെങ്കിൽ എഫിഷ്യന്റ് ആയിട്ട് മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും വെള്ളം സ്റ്റോം വാട്ടർ താഴേക്ക് ഇറങ്ങി പോകത്തുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ urban ഫ്ലഡ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഗ്രീൻ സ്പേസസ് ആൻഡ് പാർക്സ് എൻഷുർ ചെയ്യുക, urban ഫോറസ്റ്റ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്യുക. നോൺ മോട്ടറൈസ്ഡ് urban ട്രാൻസ്പോർട്ട് ഉറപ്പാക്കുക, കപ്പാസിറ്റി ബിൽഡിംഗ് ഇൻ ജനറൽ. ഇത്രയൊക്കെയാണ് ഫോക്കസ് ഏരിയാസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ സെക്കൻഡ് ഫേസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അമൃത് 2.0. ഇതിലുള്ള ഒരു അഡിഷൻ എന്ന് പറയുന്നത് വിൽ അഡോപ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് സർക്യുലർ ഇക്കോണമി ആൻഡ് പ്രൊമോട്ട് കൺസർവേഷൻ ആൻഡ് റിജുവനേഷൻ ഓഫ് സർഫസ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ ബോഡീസ്. സർക്യുലർ ഇക്കോണമി എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഒരു ട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. സർക്യുലർ ഇക്കോണമി എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് ഒരു ടേക്ക് മേക്ക് ഡിസ്പോസ്, എടുക്കുക, പ്രോഡക്റ്റ് ഉണ്ടാക്കുക. ഇക്കോണമിയിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ എന്താ പറയാ റിസോഴ്സസ് സോഴ്സ് ചെയ്യുക, അതിനെ മേക്ക് എ പ്രോഡക്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്, എന്നിട്ട് പ്രോഡക്റ്റിന്റെ യൂസ് കഴിയുമ്പോൾ ഡിസ്പോസ് ചെയ്യുക എന്നൊരു അപ്രോച്ചിൽ നിന്ന് മാറി സർക്കുലർ എക്കോണമിയിലേക്ക് പോവുക. അതായത് ഒരു പ്രോഡക്റ്റിനെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഇസ് റീസൈക്കിൾഡ് അല്ലെങ്കിൽ അപ്സൈക്കിൾഡ്
അല്ലെങ്കിൽ റീയൂസ്ഡ്, എന്നിട്ട് വേസ്റ്റ് മാക്സിമം കുറയ്ക്കുക, റിസോഴ്സ് യൂട്ടിലൈസേഷൻ മാക്സിമം കൂട്ടുക. ഇതാണ് സർക്യുലർ ഇക്കോണമിയുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ റിസോഴ്സസിന് മേലുള്ള പ്രഷർ ഒക്കെ കുറയ്ക്കുക, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലേക്ക് ഒരു സ്റ്റെപ്പ് കൂടി അടുക്കുക. ഇതാണ് സർക്യുലർ ഇക്കോണമിയുടെ കോൺസെപ്റ്റ്. ഈ കീവേഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പല സ്കീംസിന്റെയും. ഇപ്പൊ ഇക്കോണമിയിലും GS3 ഒക്കെ സർക്യുലർ ഇക്കോണമി പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കീംസിന്റെ കാര്യത്തിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ മിഷൻ വിൽ പ്രൊമോട്ട് ഡേറ്റ ലെഡ് ഗവേണൻസ് ഇൻ വാട്ടർ മാനേജ്മെന്റ്. വാട്ടർ മാനേജ്മെന്റിൽ ഡേറ്റ ലെഡ് ഗവേണൻസ് ഇൻകോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ 2.0 കീഴിലുണ്ട്. പിന്നെ പേജൽ സർവേക്ഷൻ ഒരു സർവേ ആണ്, വിൽ ബി കണ്ടക്ടഡ് ടു പ്രൊമോട്ട് പ്രോഗ്രസീവ് കോമ്പറ്റീഷൻ അമംഗ് സിറ്റീസ്. പേജൽ എന്ന് പറഞ്ഞാൽ ഡ്രിങ്കിങ് വാട്ടർ. ഡ്രിങ്കിങ് വാട്ടർ സർവീസസിന്റെ ക്വാളിറ്റി ഒക്കെ അസസ് ചെയ്തുകൊണ്ടുള്ള ഒരു സർവേ സെന്റർ കണ്ടക്ട് ചെയ്യും അമംഗ് സിറ്റീസ്. അപ്പോൾ ആരാണ് മുന്നിട്ട് നിൽക്കുന്നതെന്നൊക്കെ ഉള്ളത് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ പോലെ സ്റ്റേറ്റ്സിന് ഒരു ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഇംപീറ്റസ് ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ ഈ സെക്കൻഡ് നമ്മൾ 2.2 കീഴിൽ 500 സിറ്റീസിന്റെ കവറേജ് ഒരു 4800 സിറ്റീസ് ആക്കി കൂട്ടിയിട്ടുണ്ട്. പിന്നെ മഹാരാഷ്ട്ര ഇലക്ഷൻസിന്റെ കോണ്ടെക്സ്റ്റിൽ വന്നൊരു ന്യൂസ് ആണ്. മഹായുതി അലയൻസ് അവിടെ ജയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മഹായുതി അലയൻസ് ജയിക്കാൻ അവർക്ക് ഒരു ഫാക്ടർ എന്ന് പറയുന്നത് സെന്ററിന്റെ ഫാമേഴ്സിന് വേണ്ടിയിട്ടുള്ള 3 സ്കീമുകളാണെന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്, ഈ ന്യൂസിൽ പറയുന്നത്. അപ്പൊ ആ 3 സ്കീമുകൾ ജസ്റ്റ് ബ്രോഡ്ലി ഇങ്ങനെ ഫാമേഴ്സിന് വേണ്ടിയിട്ട് സെന്ററിന്റെ ഭാഗത്ത് 3 സ്കീംസ് ഉണ്ട്. ഒന്ന് PM കിസാൻ സമ്മാൻ നിധി. ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സ്കീമുകളെല്ലാം തന്നെ PM കിസാൻ സമ്മാൻ നിധി, ഫസൽ ബീമ യോജന, കിസാൻ മാൻധൻ യോജന, ഇത് 3ഉം സെൻട്രൽ സെക്ടർ സ്കീംസ് ആണ്. സെൻട്രൽ സെക്ടർ സ്കീംസ് എന്ന് പറയുമ്പോൾ എൻറ്റയർ ഫണ്ടിങ് 100% ഫണ്ടിങ്ങും സെൻട്രലിൽ നിന്നാണ് വരുന്നത്. യൂണിയൻ ഗവൺമെന്റ് ആണ് എൻറ്റയർലി ഇത് ഫണ്ട് ചെയ്യുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റ്സ് അല്ല. ഇത് 3ഉം എന്താണ് 3 സ്കീംസിന്റെ നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ആണ്. സോ PM കിസാൻ സമ്മാൻ നിധി, കിസാന് സമ്മാൻ റെസ്പെക്ട് കൊടുക്കുന്നു, PM കിസാൻ സമ്മാൻ നിധി. അപ്പോ എമൗണ്ട് എന്ന് പറയുന്നത് 6000 പെർ ഇയർ ആണ്. 6000 രൂപ ഒരു വർഷം വീതം, ഓരോ വർഷം 6000 രൂപ വീതം കിസാന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക്, ഫാമറിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്ന സ്കീമാണ് PM കിസാൻ സമ്മാൻ നിധി. ഇത് സെൻട്രൽ ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത്, നേരത്തെ പറഞ്ഞു. ആൻഡ് ഇറ്റ് ഇസ് ഗിവൺ ഇൻ 3 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ്. 3 ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് 4 മാസം കൂടുന്തോറും 2000 രൂപ വീതം 3 ഇൻസ്റ്റാൾമെന്റ്സ് വെച്ചിട്ടാണ് ഒരു വർഷം ഈ 6000 രൂപ കിസാന് കൊടുക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ഫസൽ ബീമ യോജന. ബീമ ഇസ് അഗൈൻ ഇൻഷുറൻസ്, ഫസൽ ഇസ് ക്രോപ്പ്. സോ ഇതും ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണ്, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ആണ്. ക്രോപ്പ് ഇൻഷുറൻസ് ആണ് കൊടുക്കുന്നത്. ആൻഡ് ഇറ്റ് ഇൻകോപ്പറേറ്റ്സ് ക്രോപ്പ് ഇൻഷുറൻസ് ഫ്രം പ്രീ സോയിങ് ടു പോസ്റ്റ് ഹാർവെസ്റ്റ് പീരീഡ്. പ്രീ സോയിങ് തൊട്ട് ഹാർവെസ്റ്റ് കഴിഞ്ഞ് പോസ്റ്റ് ഹാർവെസ്റ്റ് പീരീഡ് വരെയുള്ള എക്സ്പെൻസസിന് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട് ഫസൽ ബീമ യോജന. പിന്നെ പ്രീ സോയിങ് തൊട്ട് പോസ്റ്റ് ഹാർവെസ്റ്റ് വരെ ഇൻഷുർഡ് ആണ് ക്രോപ്സ്. പിന്നെ കിസാൻ മാൻധൻ യോജന. കിസാൻ മാൻധൻ യോജന ഇവിടെ ഫാമേഴ്സിന് എക്സ്പെൻസ് കുറയ്ക്കാനായിട്ടൊക്കെ പൈസ കൊടുത്തു, ഇവിടെ ഇൻഷുറൻസും കൊടുത്തു. ഇനി സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ആണ് കൊടുക്കുന്നത്. സോ ഇറ്റ് പ്രൊവൈഡ്സ് ഓൾഡ് ഏജ് പ്രൊട്ടക്ഷൻ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി ടു all land holding small and marginal farmers, SMF. സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ് ആണ് ഈ സ്കീമിന് എലിജിബിൾ. കിസാൻ മാൻധൻ യോജന പെൻഷൻ എലിജിബിൾ. മിനിമം അഷുറൻസ് പെൻഷൻ എന്ന് പറയുന്നത് ₹3000 പെർ മന്ത് ആഫ്റ്റർ അറ്റൈനിങ് ദി ഏജ് ഓഫ് 60 years. 60 വയസ്സ് കഴിയുമ്പോൾ 3000 രൂപ മാസം വീതം കൊടുക്കുന്നതാണ് ഈ കിസാൻ മാൻധൻ യോജന. പിന്നെ ഈ കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്നത് ലാൻഡ് ഹോൾഡിംഗ് ഫാമേഴ്സ് എല്ലാം എലിജിബിൾ ആണ്, പക്ഷെ ചില എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പ്രൊഫഷണൽ കോഴ്സ്, ഡോക്ടേഴ്സ് ഒക്കെ എക്സ്ക്ലൂഡഡ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് സർവീസിന് വിരമിച്ച ഫാമേഴ്സ് ആണെങ്കിൽ എക്സ്ക്ലൂഡഡ് ആണ്. അങ്ങനെ ചില കാറ്റഗറീസ് എക്സ്ക്ലൂഡഡ് ആണ്. പക്ഷെ ഓവറോൾ ലാൻഡ് ഹോൾഡിംഗ് ആയിട്ടുള്ള എല്ലാ ഫാമേഴ്സും എലിജിബിൾ ആണ്. പിന്നെ ബാക്കൂളിൽ നടന്ന COP29 യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ COP29 കൺക്ലൂഷനിൽ ഇന്ത്യ ഈ പറയുന്ന ക്ലൈമറ്റ് ഫൈനാൻസിന് വേണ്ടിയിട്ട് ഉറപ്പിച്ചിട്ടുള്ള ഡീൽ എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണ്. ശരിക്കും ഡെവലപ്ഡ് കൺട്രീസ് കാര്യമായ കോൺട്രിബ്യൂഷൻസ് ഒന്നും നടത്തുന്നില്ല എന്നുള്ള ഇന്ത്യയുടെ പ്രൊട്ടസ്റ്റ് ഇന്ത്യ റേസ് ചെയ്തു. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. കഴിഞ്ഞ ആഴ്ചത്തിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ്. കഴിഞ്ഞ ആഴ്ച ഇറാൻ പറഞ്ഞായിരുന്നു പ്രഷറിന്റെ കീഴിൽ അവർ നെഗോഷിയേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂക്ലിയർ ഡീലിനെ പറ്റിയിട്ട്. അപ്പൊ ന്യൂക്ലിയർ ഡിസ്കഷൻസ് നടത്തില്ല എന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോഴത്തെ ന്യൂസ് എന്ന് പറയുന്നത്
UK, ഫ്രാൻസ്, ജർമ്മനി ഈ 3 നേഷൻസുമായിട്ട് ഇറാൻ ന്യൂക്ലിയർ ഡിസ്കഷൻസ് നടത്താൻ സന്നദ്ധത പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം IAEA ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ചീഫുമായിട്ട് ഇറാൻ നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു പറഞ്ഞത് പ്രഷറിന്റെ കീഴിൽ അവർ സക്കംബ് ചെയ്യില്ല എന്ന്. സോ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി IAEA ഒരു UN ബോഡിയാണ്. It is an intergovernmental organization that seeks to promote the peaceful use of nuclear energy and inhibits its use for any military purpose, including nuclear weapons. ന്യൂക്ലിയർ എനർജിയുടെ പീസ്ഫുൾ അറ്റോമിക് എനർജി ന്യൂക്ലിയർ എനർജിയുടെ പീസ്ഫുൾ യൂസ് പ്രൊമോട്ട് ചെയ്യുക, അതിനെ വെപ്പണൈസ് ചെയ്യുന്നതും മിലിറ്ററി പർപ്പസിന് യൂസ് ചെയ്യുന്നതും തടയുകയും ചെയ്യാൻ ശ്രമിക്കുന്ന മാൻഡേറ്റ് ഉള്ള ഒരു ഇന്റർനാഷണൽ ബോഡിയാണ്, ഇന്റർഗവൺമെന്റൽ ബോഡിയാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. 1957 IAEA സ്റ്റാറ്റ്യൂട്ട് പ്രകാരം നിലവിൽ വന്ന ഒരു ബോഡിയാണ്. as the world's Atoms for Peace organization within the UN ഓഫീസ് വിയന്ന ഓസ്ട്രിയയിലെ ക്യാപിറ്റലായി വിയന്നയിലുള്ള UN ഓഫീസിന്റെ അകത്താണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. അറ്റ് പ്രസന്റ് 179 മെമ്പേഴ്സ് ഉണ്ട്. IAEAക്ക് നൊബേൽ പ്രൈസ് 2005 കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഒരു UN ബോഡി ആയതുകൊണ്ട് തന്നെ ഇറ്റ് റിപ്പോർട്ട്സ് ടു ബോത്ത് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ആൻഡ് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ. ഇന്ത്യ IAEAയുടെ ഒരു ഫൗണ്ടിങ് മെമ്പർ ആണ്. ഇത്രയാണ് ബേസിക് ഡീറ്റെയിൽസ് IAEA പറ്റി. പിന്നെ ഈ കോണ്ടെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് ട്രീറ്റി ഓൺ ദി നോൺ പ്രൊലിഫറേഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് NPT, നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി 1968 സൈൻ ചെയ്ത ഒരു ട്രീറ്റിയാണ്. ആൻഡ് ഇറ്റ് എന്റർഡ് ടു ഫോഴ്സ് ഇൻ 1970. നോൺ പ്രൊലിഫറേഷൻ ന്യൂക്ലിയർ വെപ്പൺസിന്റെ സ്പ്രെഡ് തടയുക, പ്രൊലിഫറേഷൻ തടയുക, അതാണ് ഈ ട്രീറ്റിയുടെ ബേസിക് എയിം എന്ന് പറയുന്നത്. ഇറ്റ് എയിംസ് ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് ആൻഡ് പ്രൊമോട്ട് ഡിസാർമമെന്റ്. ഓൾറെഡി ഉള്ള ന്യൂക്ലിയർ വെപ്പൺസിന്റെ ഒക്കെ ഡിസാർമമെന്റ് ആണ് ഇത് എയിം ചെയ്യുന്നത്. സോ ഈ ട്രീറ്റിയുടെ കീഴിൽ 1970 സൈൻ ചെയ്ത ട്രീറ്റിയുടെ കീഴിൽ രണ്ടായിട്ട് നേഷൻസിനെ തിരിക്കുന്നുണ്ട്. ഒന്ന് ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സും, രണ്ട് നോൺ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സും. ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ ട്രീറ്റി സൈൻ ചെയ്യുന്ന സമയത്ത് ന്യൂക്ലിയർ വെപ്പൺസ് പ്രോസസ് ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ടുള്ള കൺട്രീസിനെയാണ് ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. നോൺ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് NNWS ഈ ട്രീറ്റിയുടെ ഭാഗമാണ്. ഇത് സൈൻ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ന്യൂക്ലിയർ വെപ്പൺസ് ഇല്ല. ആൻഡ് ദീസ് കൺട്രീസ് അഗ്രി ടു നോട്ട് ഡെവലപ്പ് ഓർ അക്വയർ ന്യൂക്ലിയർ വെപ്പൺസ്. ഈ ട്രീറ്റിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ സൈൻ ചെയ്യുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ വെപ്പൺസും ഇല്ല. ഇവര് ന്യൂക്ലിയർ വെപ്പൺസ് ഇനി അക്വയർ ചെയ്യില്ല, ഡെവലപ്പും ചെയ്യില്ല എന്ന് എഗ്രി ചെയ്തു NPT സൈൻ ചെയ്യുമ്പോൾ. സോ ഇന്ത്യ NPTയുടെ ഭാഗം അല്ല. ഇന്ത്യ ഇസ് നോട്ട് എ പാർട്ട് ഓഫ് NPT. ഇന്ത്യ അത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സ് ഓൾറെഡി ഈ ട്രീറ്റി സൈൻ ചെയ്യുന്ന സമയത്ത് ഈ ന്യൂക്ലിയർ വെപ്പൺസ് പൊസസ് ചെയ്തിരുന്ന നേഷൻസിന് ന്യൂക്ലിയർ ഡിസാർമമെന്റിലേക്ക് തള്ളിവിടുന്ന ഒരു ക്ലോസ് ഈ NPTയിൽ ഇല്ല. ദേ ആർ നോട്ട്, അതായത് അവർക്ക് അവര് ന്യൂക്ലിയർ വെപ്പൺസ് ഡിസാം ചെയ്യണം എന്നുള്ളൊരു ക്ലോസ് ഈ ട്രീറ്റിയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അതൊരു ഡിസ്ക്രിമിനേറ്ററി സ്റ്റാൻസ് ആയിട്ട് കണ്ട് ഇന്ത്യ NPTയുടെ ഭാഗമല്ല. വൈ ഇന്ത്യ ഇസ് കമ്മിറ്റഡ് ടു ദ കോസ് ഓഫ് ന്യൂക്ലിയർ ഡിസാർമമെന്റ്, അത് ഇക്വിറ്റബിൾ ആയിരിക്കണം എന്നാണ് ഇന്ത്യ പറയുന്നത്. എല്ലാവർക്കും ഒരേപോലെ ബാധകമായിരിക്കണം. കുറച്ച് ഡെവലപ്ഡ് നേഷൻസ് ഹു ഓൾറെഡി ഹാവ് ന്യൂക്ലിയർ വെപ്പൺസ് അവർക്ക് ദേ ക്യാൻ കീപ് പൊസസിങ് ന്യൂക്ലിയർ വെപ്പൺസ്, ഇറ്റ് ഇസ് ഫൈൻ. ബാക്കിയുള്ളവർ ആരും ഇനി ഡെവലപ്പും അക്വയറും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഇന്ത്യ ഡിസ്ക്രിമിനേറ്ററി സ്റ്റാൻസ് ആയിട്ട് കണ്ട് ഇന്ത്യ ഇതിന്റെ ഭാഗമല്ല. IAEA റിലേറ്റഡ് ആയിട്ട് പ്രിലിംസിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് 2018. In the Indian context, what is the implication of ratifying the additional protocol with the International Atomic Energy Agency? Options: A, the civilian nuclear reactors come under IAEA safeguards. B, the military nuclear reactor installations come under the inspection of IAEA. C, the country will have the privilege to buy uranium from the nuclear suppliers group. D, the country automatically becomes a member of nuclear suppliers group. So ന്യൂക്ലിയർ സപ്ലയേഴ്സ് ഗ്രൂപ്പ് ഈ NPTയുടെ കോസ് ഫർദർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണെന്ന് നമുക്ക് ബേസിക് നോളജ് വെച്ച് അറിയായിരിക്കും. സോ അത് വെച്ചിട്ട് നമുക്ക് ഇത് രണ്ടും എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ആൻഡ് പിന്നെ വരുന്ന ഓപ്ഷൻസ് എന്താണ്? അഡീഷണൽ പ്രോട്ടോകോൾ റാറ്റിഫൈ ചെയ്താൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളതാണ്. എന്താണ് ഇംപ്ലിക്കേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഇസ് A, the civilian nuclear reactors come under IAEA safeguards. അഡീഷണൽ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് ഇൻ ഇറ്റ് സെൽഫ് എഗ്രിമെന്റ്സ് അല്ല, കുറച്ചുകൂടെ വോളണ്ടറി ആയിട്ട് നമ്മൾ IAEAക്ക് കുറച്ചുകൂടി ആക്സസ് കൊടുക്കുകയാണ്. നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടേഴ്സിനോട് കുറച്ചുകൂടി ഇൻസ്പെക്ഷനും നമ്മുടെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ ഉള്ള ആക്സസ് കൊടുക്കുന്നതാണ്. സോ സിവിലിയൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് കം അണ്ടർ IAEA safeguards, അതാണ് ആൻസർ. പിന്നെ 2020 പിന്നെയും ചോദ്യം ചോദിച്ചിട്ടുണ്ട്. In India, why are some nuclear reactors kept under IAEA safeguards while others are not?
ചിലതിന് സേഫ് ഗാർഡ്സിന്റെ കീഴിലാണ് ചില റിയാക്ടേഴ്സ് വരുന്നത്, ചിലതല്ല. എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻസ്: some use uranium and others use thorium. B, some use imported uranium and others use domestic supplies. C, some are operated by foreign enterprises and others are operated by domestic enterprises. D, some are state owned and others are privately owned. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. സം യൂസ് ഇമ്പോർട്ടഡ് യുറേനിയം ആൻഡ് അതേഴ്സ് യൂസ് ഡൊമസ്റ്റിക് സപ്ലൈസ്. കാരണം നമ്മൾ യുറേനിയം പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അത് മറ്റൊരു യൂസിനും, അതായത് ഇപ്പൊ നമ്മൾ സിവിൽ ന്യൂക്ലിയർ പവർ ജനറേഷൻ ആണ്, സിവിലിയൻ പർപ്പസസിനാണ് നമ്മളത് ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ആ പർപ്പസിന് മാത്രമേ അത് യൂസ് ചെയ്യപ്പെടുന്നുള്ളൂ. അത് മറ്റൊരു പർപ്പസസിനും അൺഓഥറൈസ്ഡ് ആയിട്ടുള്ള മറ്റൊരു രീതിക്കും ന്യൂക്ലിയർ വെപ്പൺസ് ക്രിയേറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും ഡൈവേർട്ട് ചെയ്യപ്പെടുന്നില്ല എന്ന് ഉറപ്പ് വരുത്താനുള്ളത് കൊണ്ടാണ് ചില ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, ഇമ്പോർട്ടഡ് യുറേനിയം യൂസ് ചെയ്യുന്ന ന്യൂക്ലിയർ റിയാക്ടേഴ്സ് IAEA സേഫ് ഗാർഡ്സിന് കീഴിൽ വരുന്നത്. That's all for today. Thank you.